നമസ്കാരം സുഹൃത്തുക്കളെ. കർണാടകയിലെ ധർമ്മസ്ഥൽ എന്ന ആ പ്രദേശം അതൊരു ഹൈന്ദവ തീർത്ഥാടന കേന്ദ്രമാണ്. ആ പ്രദേശത്തിനെ ചുറ്റിപ്പറ്റിക്കൊണ്ട് എത്രമാത്രം അപസർപ്പ കഥകളാണ് ഇവിടുത്തെ മാപ്പുകളടക്കം നമ്മളിലേക്ക് വിളമ്പി തന്നുകൊണ്ടിരുന്നത്. എന്തായിരുന്നു എന്നല്ലേ, അവിടുത്തെ ശുചീകരണ തൊഴിലാളിയായിരുന്ന ചിന്നയ എന്ന വ്യക്തി ഒരു യൂട്യൂബ് ചാനലിന് മുന്നിൽ, സമീർ എന്നാണ് ആ യൂട്യൂബ് ചാനൽ നടത്തിയിരുന്ന ആളുടെ പേര്, അയാളുടെ മുന്നിൽ ഒരു വെളിപ്പെടുത്തൽ നടത്തുന്നു. മുഖംമൂടിയൊക്കെ ഇട്ടിട്ടുണ്ട്. അവിടേക്ക് വന്ന സ്ത്രീകൾ, നൂറുകണക്കിന് സ്ത്രീകളെ അവിടെ വെച്ച് പീഡിപ്പിക്കപ്പെട്ടുവെന്നും അവരെ കൊന്നതിന് ശേഷം അവിടെ കുഴിച്ചിട്ടു എന്നൊക്കെ പറഞ്ഞാണ് വെളിപ്പെടുത്തൽ നടത്തുന്നത്. തുടർന്ന് ഇവിടുത്തെ ലോറി ഡ്രൈവർ, ലോറി ഉടമ മനാഫ് എന്നൊക്കെ ആ പേര് പറഞ്ഞാൽ അറിയാമായിരിക്കും അയാളെപ്പറ്റി, അവനും കൂടെ ചേർന്നിട്ട് ഇത് വലിയ രീതിയിൽ ആളി കത്തിക്കുന്നു. അങ്ങനെ നമ്മുടെ ഇവിടുത്തെ മാപ്രകളും ഈ വാർത്തയുടെ പിന്നാലെ പോകുന്നു. അന്ന് ഞാൻ ഈ വാർത്ത പതുക്കെ തൊട്ട് തുടങ്ങിയ ആ സമയത്ത് മുഖ്യധാര മാധ്യമത്തിൽ ജോലി ചെയ്യുന്ന എൻ്റെ ഒരു സുഹൃത്ത് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ചേട്ടാ ഇത് എടുക്കരുത്, ഇത് പുറത്തു വരുന്ന വാർത്തകൾ സത്യമാണ് എന്ന തരത്തിൽ പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു എന്തുകൊണ്ടാണ് അത് സത്യമാണെന്ന് വിശ്വസിക്കാനുള്ള കാരണം എന്ന് ചോദിച്ചു. പറഞ്ഞു അത് അവിടുന്ന് ഒരു അസ്ഥികൂടമൊക്കെ കിട്ടി എന്ന് പറഞ്ഞു, ഒരു അസ്ഥികൂടം. അപ്പോൾ ഞാൻ പറഞ്ഞു, അനിയ നീ ഒരു കാര്യം ചെയ്യ്, നീ കുറച്ച് ആൾക്കാരെയും കൊണ്ട് എൻ്റെ പറമ്പിൽ ഒന്ന് കിളച്ചാലും ഇതുപോലെ നിനക്ക് അസ്ഥികൂടം കിട്ടും. അതിനർത്ഥം ഞാനവിടെ കുറേ ആൾക്കാരെ കൊണ്ട് കുഴിച്ചിട്ടിരിക്കുന്നു എന്നല്ല. നമ്മുടെയൊക്കെ മിക്ക പറമ്പിലും നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലെ പണ്ടങ്ങാണ്ട് കുഴിച്ചിട്ടിരിക്കുന്ന ആളുകളുടെ അസ്ഥിയൊക്കെ കിട്ടും. അവിടെ ഈ പറയുന്ന പോലെ, ചിന്നയെ പറയുന്ന പോലെ നൂറുകണക്കിന് കിട്ടുവാണെങ്കിൽ മാത്രം നമുക്കിതിലേക്ക് വിശ്വസിക്കാം എന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ കണ്ടത് ഓരോ ദിവസവും അവിടെ നിന്നുള്ള വാർത്തയായിരുന്നു. JCB മറ്റും കൊണ്ടുവന്നിട്ട് എത്രയോ അടി താഴ്ചയിലേക്ക് കുഴിക്കുന്നു. ഇടയ്ക്ക് ചില മാധ്യമങ്ങൾ അവിടുന്ന് അസ്ഥി കിട്ടി, ഇവിടുന്ന് തലയോട്ടി കിട്ടി എന്നൊക്കെ പറഞ്ഞ് വാർത്ത കൊടുക്കുന്നു. ഏറ്റവും ഒടുവിൽ കർണാടക സർക്കാർ SIT പ്രത്യേക അന്വേഷണ ടീമിനെ പ്രഖ്യാപിക്കുന്നു. അങ്ങനെ അന്വേഷണം മുറുകിയപ്പോൾ അതാ പുറത്തേക്ക് ഞെട്ടിക്കുന്ന ആ വാർത്ത വരുന്നു. ചിന്നയ്യ തന്നെ പറയുന്നു 50 ലക്ഷം രൂപയോളം തനിക്ക് വാഗ്ദാനം ചെയ്തിട്ട് തന്നെ കൊണ്ട് ഈ കള്ളം പറയിപ്പിച്ചതാണ്. അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല. ആ സ്ഥലത്തെ മഠാധിപതിയോടുള്ള വൈരാഗ്യം കൊണ്ടും വ്യക്തിവൈരാഗ്യം കൊണ്ടുമൊക്കെ അവിടെ ചില കൂട്ടർ തന്നെ കൊണ്ട് ചെയ്യിച്ചതാണ് എന്ന തരത്തിൽ വരുന്നു. ആ അന്വേഷണം മറ്റൊരു രീതിയിലേക്ക് പോകുന്നു. തീർച്ചയായിട്ടും കോൺഗ്രസ് സർക്കാർ ഇവിടെ ഭരിക്കുമ്പോൾ അവർക്ക് കൂടി അത് ദോഷകരമായി ഭാവിക്കും എന്നതുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ മാപ്രകളടക്കമുള്ളവർ ഇതിൽ സൈലൻ്റ് ആവുന്നു. പിന്നെ ആ അന്വേഷണം അവിടെ തകൃതിയായിട്ട് നടക്കുന്നുണ്ടായിരുന്നു. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ കോടതിയിൽ കൊടുത്തൊരു ഹർജിയിൽ, അതായത് ഈ ചിന്നയ്യ എന്ന വ്യക്തി കോടതിയിൽ കൊടുത്ത ഹർജിയിൽ പറയുന്നു, താൻ തമിഴ്നാട്ടുകാരനാണ്, തനിക്ക് തമിഴ് നന്നായിട്ട് അറിയാം, തന്നോട് ആശയവിനിമയം നടത്തിക്കൊണ്ടിരുന്നതും ഇതുപോലുള്ള ആരോപണങ്ങൾ പറയണമെന്ന് പറയുകയും ചെയ്തത് സിനിമാ നടൻ പ്രകാശ് രാജാണ് എന്ന ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലാണ് നടത്തിയിരിക്കുന്നത്. ഈ വിവരം ഇതിനകം തന്നെ പ്രകാശ് രാജ് അറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ അയാൾ സ്ഥലത്തില്ല. അയാൾ തിരിച്ചു വന്നതിന് ശേഷം മാധ്യമപ്രവർത്തകരെ കാണും എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇയാൾ പറഞ്ഞിരിക്കുന്ന കാര്യം സത്യമാണെങ്കിൽ ഇതോടുകൂടി ഈ പ്രകാശ് രാജ് എന്ന ഈ മറ്റേ മോൻ തീരണം എന്ന് തന്നെയാണ് പറയാനുള്ളത്. കാരണം കുറേ കാലമായിട്ട് അയാൾ ഈ ഗുരു തുടങ്ങിയിട്ട് അയാൾ കിട്ടുന്ന അവസരങ്ങളിലെല്ലാം കടുത്ത ഹൈന്ദവ വിരുദ്ധത പറഞ്ഞുകൊണ്ടിരുന്ന വ്യക്തിയാണ്. ഇവാഞ്ചലിസ്റ്റുകൾക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് എന്ന തോന്നലാണ് അയാളുടെ പ്രവർത്തനം മുഴുവൻ. ഒരേ സമയം ഹൈന്ദവ വിരുദ്ധത പറയുകയും എന്നാൽ തൻ്റെ മകനുമായി മൂകാംബി പോലുള്ള സ്ഥലങ്ങളിൽ പോവുകയും അയാളുടെ ഭാര്യ തന്നെ വലിയ ഭക്തിയായിട്ടിരിക്കുകയും ചെയ്യുന്ന വിരോധാഭാസം അയാളുടെ ജീവിതത്തിൽ നമുക്ക് കാണാമായിരുന്നു. അപ്പോഴും കിട്ടുന്ന അവസരത്തിലെല്ലാം നരേന്ദ്രമോദിയെയും ഹൈന്ദവയെയും ഈ പറയുന്ന പോലെ സനാതനധർമ്മത്തിലേക്ക് അപമാനിക്കാൻ അയാൾ പരമാവധി ശ്രമിച്ചിരുന്നു. അപ്പോൾ അയാളുടെ പേര് കൂടി ഇതിനകത്ത് വന്നു എന്നറിയുമ്പോഴാണ് ഇയാൾ ഇത്രമാത്രം വിഷമാണ് എന്നത് ഞെട്ടിക്കുന്ന ഒരു വാർത്ത തന്നെയാണ്. തീർച്ചയായിട്ടും അയാളുടെ സൗഹൃദ വലയത്തിലുള്ളവർക്ക് പോലും അത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇയാൾ ഇത്രമാത്രം ക്രൂരതയോടുകൂടി ഒരു വലിയ വിശ്വാസി സമൂഹത്തിനെ തകർക്കാൻ വേണ്ടി ചില ആളുകളുമായി ചേർന്ന് ഗൂഢാലോചനയിൽ ചെയ്തു എന്ന അറിവ് ശരിക്കും ഞെട്ടിക്കുന്നതാണ്. ഇത് നമ്മുടെ മാധ്യമങ്ങൾ അടക്കമുള്ളവർ കൊടുത്തിട്ടുണ്ട്. പക്ഷേ അവർ കൊടുത്തപ്പോൾ ഇതിനകത്ത് ഒരു യൂട്യൂബർ സമീർ എന്ന ആളുടെ പേരുണ്ട്, ചിന്നയുടെ പേരുണ്ട്, പ്രകാശ് രാജിൻ്റെ പേരുണ്ട്. പക്ഷേ അവർ ബോധപൂർവം ലോറി ഉടമ മനാഫ് എന്ന ആ വേട്ടാവളിൻ്റെ പേര് മാത്രം അവർ പറഞ്ഞിട്ടില്ല. അവനാണ് ഇവിടുത്തെ മുഖ്യധാരാ മാധ്യമങ്ങളിലെല്ലാം കയറി ഇരുന്ന് ഏതോ ഒരു കള്ളസാക്ഷിനെയും നല്ല പ്രായമുള്ള ഒരു സ്ത്രീയെയും കൊണ്ടുവന്ന് അവൻ്റെ അണ്ടറിൽ ആ സ്ത്രീ ഇപ്പോഴും ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് എന്തൊക്കെ കള്ളങ്ങളാണ് അവൻ പടച്ചു വിട്ടുകൊണ്ടിരുന്നത്. അവനെയും വിളിപ്പിച്ചിരുന്നു SIT. അവനെപ്പറ്റി മാത്രം ഇപ്പോൾ ഈ മാപ്രകൾ ഒന്നും പറയുന്നില്ല. അവനെ വളരെ വിദഗ്ധമായിട്ട് പൊതിഞ്ഞു പിടിച്ചിരിക്കുകയാണ്. ഒന്ന് ഓർത്തു നോക്കുക, ഹൈന്ദവ വിശ്വാസികളുടെ ആരാധനാ സ്ഥലത്തിനെ തകർക്കാൻ വേണ്ടിയിട്ടും അവരെ വിശ്വാസപരമായിട്ടും എല്ലാം അവരെ ഇല്ലാതാക്കാനും വേണ്ടിയിട്ടും മുസ്ലിം നാമധാരികളും അവരുടെ കൂടെ ചില ഹൈന്ദവരും കൂടെ ചേർന്നുകൊണ്ട് നടത്തിയ ഒരു വമ്പൻ ഗൂഢാലോചനയാണ് ഇപ്പോൾ പൊളിഞ്ഞത്. ഇത് തിരിച്ചാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, അവർ ഈ രാജ്യം ഇതിനകം തന്നെ കത്തിക്കില്ലായിരുന്നു. അവരുടെ ഏതെങ്കിലും ഒരു മോസ്ക് കേന്ദ്രീകരിച്ച് ഇങ്ങനെയൊക്കെ നടന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഹൈന്ദവ നാമധാരിയാണ് ആരോപണം ഉന്നയിക്കുന്നു. ഒടുവിൽ അത് കള്ളമാണ് എന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ വെച്ചേക്കൂ അവനെ. എന്നാൽ ഇവിടെ സംഭവിച്ചിലേക്ക് നോക്കൂ, അവർക്ക് യാതൊരു താല്പര്യവുമില്ലാത്ത കാര്യമാണിത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഹൈന്ദവരുടെ ഒരു ആരാധനാകാലത്തിൽ എന്ത് നടക്കുന്നത് എന്നുള്ളതിന് അവർ നോക്കിക്കോളും, അല്ലെങ്കിൽ ഇവിടുത്തെ നിയമ സംവിധാനങ്ങൾ നോക്കിക്കോളും. പക്ഷേ അതിനെ ഓരോ ദിവസവും കത്തിച്ചു നിർത്തുകയും വ്യാജ വാർത്ത പടച്ചുവിടുകയും ഒടുവിൽ അതെല്ലാം കള്ളമാണ് എന്ന് വരികയും
എന്നിട്ടും ഈ ലോറി ഉടമ മനാഫിനെ പോലുള്ളവരുടെ പേര് പറയാതിരിക്കുകയും ചെയ്യുന്ന ഇരട്ടത്താപ്പ് കൂടിയാണ് ഇവിടുത്തെ ഈ മാധ്യമങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ ഒരു സുഹൃത്തായിട്ടുള്ള ആ മാധ്യമപ്രവർത്തകൻ പിന്നീട് കുറേ നാളിന് ശേഷം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ചേട്ടൻ പറഞ്ഞതാണ് ശരി, ഞാനും ആദ്യം തെറ്റിദ്ധരിച്ചിരുന്നു. ആദ്യം ഈ ചിന്നയെയും അതുപോലെ തന്നെ ഇവരൊക്കെ സംഭവ സ്ഥലത്ത് പോയ ആൾക്കാരാണ്. ചിന്നയെയും അതുപോലെ തന്നെ ഈ സമീറും നമ്മുടെ ഈ ലോറി ഉടമ മനാഫൊക്കെ പറഞ്ഞത് വിശ്വസിച്ച് പോയി, അവരെ പറ്റിക്കുകയായിരുന്നു ചെയ്തത്, ചേട്ടൻ പറഞ്ഞതാണ് ശരി എന്ന് പറഞ്ഞു. അപ്പോൾ തുടക്കം മുതലേ ഇങ്ങനെ ഒരു സംഭവം വരുമ്പോഴേ നമുക്ക് ലോജിക്ക് വെച്ച് ചിന്തിക്കാമല്ലോ. ഈ നൂറുകണക്കിന് സ്ത്രീകളെ ഇതേപോലെ പീഡിപ്പിച്ച് കൊന്നു കളഞ്ഞു എന്ന് പറയുമ്പോൾ ഈ നൂറുകണക്കിന് സ്ത്രീകൾ കാണാതാവണ്ടേ? അങ്ങനെ കാണാതായിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ഏതെങ്കിലും പോലീസ് സ്റ്റേഷനിൽ പരാതികൾ വരണ്ടേ? നൂറുകണക്കിന് പരാതികൾ വരണ്ടേ? അപ്പോൾ അങ്ങനെ ഒരു സംഭവം നടന്നിട്ടേ ഇല്ല. പിന്നെ എങ്ങനെയാണ് ഈ ആകാശത്ത് നിന്ന് വന്ന സ്ത്രീകളെയാണോ ഇവർ പീഡിപ്പിച്ച് കൊന്നു കുഴിച്ചിട്ട് കൊണ്ടിരുന്നത്? അപ്പം വ്യാപകമായിട്ട് മാൻ മിസ്സിങ്ങിൻ്റെ പരാതികൾ അതാത് പോലീസ് സ്റ്റേഷനിൽ കാണണം. അവരുടെ അതായത് ഈ കാണാതായവരുടെ വീട്ടുകാർ വന്നിട്ട് ഞങ്ങളുടെ ചേച്ചി അല്ലെങ്കിൽ അമ്മ അല്ലെങ്കിൽ സഹോദരിയെ കാണാതെ പോയിട്ടുണ്ടെന്നുള്ള പറയണം. ഇങ്ങനെയുള്ള ഇത് യാതൊന്നും നമ്മൾ കേൾക്കുകയുണ്ടായില്ല. കുറച്ച് പേര് മാത്രം വന്നിരുന്നിട്ട് നൂറുകണക്കിന് ആളുകളെ അവിടെ പീഡിപ്പിച്ച് കൊന്ന് കുഴിച്ചിട്ടിരിക്കുന്നു എന്ന തരത്തിലാണ് തുടക്കത്തിൽ കിട്ടിയ ഒരു അസ്ഥികൂടോ മറ്റോ വെച്ചുകൊണ്ട് ഇവർ അതിനെ പരമാവധി ആളിക്കത്തിക്കാൻ നോക്കി. ഒന്ന് ഓർത്ത് നോക്കൂ, നമ്മുടെയൊക്കെ പറമ്പിൽ കുഴിച്ചാലും ഈ ഒരുപാട് കുഴിച്ച് പോകുമ്പോൾ ഫോസിലും മറ്റുമൊക്കെ കാണും. അത് ഒരുപക്ഷെ നമ്മുടെ പൂർവികരായിട്ടുള്ള ബന്ധുക്കളാവാം, അല്ലാത്തവരാവാം, പണ്ട് അവിടെ താമസിച്ചിരുന്നവരാവാം. ഇതൊക്കെ സാധാരണമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അത്തരം കാര്യങ്ങൾ വെച്ച് പോലും ആ ആരാധനാ കേന്ദ്രത്തിനെ തകർക്കാൻ വേണ്ടി ശ്രമിച്ചത് 2 മുസ്ലിം നാമധാരികൾ കൂടിയാണ്. എന്നിട്ടും ഈ രാജ്യം കത്താതെ ഇങ്ങനെ നിൽക്കുന്നു. ഓർത്ത് നോക്കുക, തിരിച്ചായിരുന്നെങ്കിലും. ഇത് വിശ്വാസികളായിട്ടുള്ള എല്ലാവരുടെയും മനസ്സിൽ കാണണം. ജാഗ്രത കുറവ് കാണിച്ചാലുണ്ടല്ലോ ഇവിടെ നമുക്കൊന്നും പിടിച്ചു നിൽക്കാൻ പോലും പറ്റില്ല.